ഹരേ കൃഷ്ണ ദേശ ദേശ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ. ആഗസ്റ്റ് 15 ഇന്നത്തെ തീയതി. അങ്ങനെ ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം നമ്മളിന്ന് കാണാണല്ലേ. ശ്രീലകത്ത് നമുക്ക് എന്ന് ഭഗവാനെ ഇങ്ങനെ കാണാനായിട്ട് എങ്ങനെയായിരിക്കുന്നു ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണ എന്ന് നമുക്ക് നോക്കാം. എപ്പോഴും നമ്മള് എത്രയോ വർഷമായിട്ട് ഉച്ചപൂജ അലങ്കാരം പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ കണ്ണനെ പറയാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടാവുക വെച്ചാൽ അത് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. താമരക്കണ്ണനായിട്ടിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത് അല്ലേ. എത്ര പറഞ്ഞാലും കൊതി തീരാത്തൊരു ഭാവമാണ് പൊന്നുണ്ണിക്കണ്ണൻ താമരയിലിരിക്കുന്നത്. സഹസ്ര ദല പത്മത്തിലിരിക്കുന്നതിന്റെ നടുവിലായിട്ടിരിക്കുന്നു അല്ലെ. അത് 1000 ഇതളുകളുള്ള ആ താമരയിലും ഇങ്ങനെ നടിയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ എന്ന് നമുക്കിന്ന് ശ്രീലകത്ത് നേരിട്ട് കാണാൻ സാധിക്കുന്ന ഇത്ര ഭാഗ്യാണ് അല്ലെ. എല്ലാവരും എന്റെ ശബ്ദത്തോടൊപ്പം തന്നെ, എന്റെ വോയിസിനോടൊപ്പം തന്നെ എല്ലാവരും വരാട്ടോ. മനസ്സുകൊണ്ട് എല്ലാവരും ശ്രീലകത്തേക്ക് വരിക. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ നമുക്കിന്ന് കാണണ്ടേ. ഉച്ചപൂജ നട അടച്ച് തുറന്നതിന് ശേഷം ഇങ്ങനെയുള്ള താമരക്കണ്ണനെ ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. അങ്ങനെയുള്ള ആ പൊന്നിയും ചിരിയൊന്നും കാണണ്ടേ പൊന്നുണ്ണിക്കണ്ണന്റെ. അങ്ങനെ നമ്മൾ ഇന്ന് ശ്രീലകത്ത് എല്ലാവരും എത്തി നിൽക്കുകയാണ് ആ സഹസ്രതല പത്മത്തിൽ. അതായത് 1000 ഇതളുകളുള്ള താമരയുടെ നടുക്കിരുന്നിട്ട് വലത് കൈയിൽ ഒരു പമ്പരമൊക്കെ ചുറ്റി കറക്കിക്കൊണ്ട് ഇടത് കൈയില് എന്താണ് ഒരു സ്വർണ്ണപ്പൂവൊക്കെ പിടിച്ചുകൊണ്ട് അല്ലെ. ഭയങ്കര സന്തോഷമാണ്. താമരയിൽ ഇരിക്കുന്ന കണ്ണനെ കണ്ടാൽ ഇത്ര മഹാഭാഗ്യം വേറെ ഒന്നും വേണ്ട കേട്ടോ. എല്ലാവരും ഇന്നത്തെ താമരക്കണ്ണനെ കാണാം. പറയാറില്ലേ വില്ലമംഗലം എങ്ങനെയാണ് ഭഗവാനെ ഇങ്ങനെ ഭഗവാന്റെ അമ്മയായിട്ട് ഇങ്ങനെ ഭഗവാനെ എല്ലായിടത്തും കാണാം. സശാൽ വില്ലമംഗലത്തിനെ ഭഗവാനെ പൊന്നുണ്ണിക്കണ്ണനെ എവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുള്ളത് എല്ലാതും ഡയറക്റ്റ് കാണാൻ സാധിക്കുന്ന ഒരാളാണ് സ്വാമിയാരായിട്ടുള്ള വില്ലമംഗലം സ്വാമിയാര്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാൻ സാധിക്കുക. ആർക്കൊക്കെയാ അങ്ങനെ കാണാൻ സാധിക്കുന്നത്? കണ്ണടച്ചെന്ന് പറഞ്ഞാട്ടെ മനസ്സിലൊന്ന് പറയൂട്ടോ. ആർക്കൊക്കെയാണ് ഇങ്ങനെ ഗുരുവായൂര് എത്തുമ്പോ ഭഗവാനെ കാണാനായിട്ട് അവിടെ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാനായിട്ട് ആർക്കൊക്കെ സാധിച്ചിട്ടുള്ളത്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഭഗവാനെ ഇങ്ങനെ ഓടി നടക്കുന്ന വില്ലമംഗലത്തിന്റെ പോലെ പൊന്നുണ്ണിക്കണ്ണനെ ശ്രീലകത്തുനിന്ന് ഓടി ഇറങ്ങി ഇങ്ങനെ ആ അകത്തളത്തു കൂടെ ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വില്ലമംഗലത്തിന് ഇങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണനറിയാം, പൊന്നുണ്ണിക്കണ്ണൻ അറിയാം. അവിടെ ഇരുന്നു കൊണ്ട് കഥകളി ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടും തിരിച്ച് ശ്രീലകത്ത് കയറാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അല്ലെ. കളിച്ച് മതിയാവുന്നില്ല പൊന്നുണ്ണിക്കണ്ണൻ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ അവിടെയൊക്കെ ഓടി നടന്ന് എല്ലായിടത്തും കിടന്ന് ഓടി നടന്ന് ഇങ്ങനെ എല്ലാം നല്ല ഊഞ്ഞാലാടിക്കൊണ്ടും പല രീതിയിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനാണെന്ന് ശ്രീലകത്തുള്ളത്. അപ്പോ നിർമാല്യത്തിന് നട തുറന്ന് നോക്കുമ്പോ കാണുന്നില്ല കണ്ണനെ. ഇവിടെ പോയി എന്റെ കണ്ണൻ, എന്റെ പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് കാണുന്നില്ലല്ലോ ശ്രീലകത്ത്. എവിടെ നോക്കിയിട്ടും കാണുന്നില്ല, അവിടെ ഇല്ല. എന്താ പറയാ, നിർമാല്യ ദർശനത്തിനുള്ള കാര്യങ്ങള് നോക്കണ്ടേ, വാഗച്ചാർത്ത് നടത്തണ്ടേ. കണ്ണനെ കാണുന്നില്ല. കണ്ണൻ എന്തായി? കണ്ണൻ പുറത്താണ്, കളിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനെ അകത്തേക്ക് കടക്കാൻ ഒരു മാർഗവും ഇല്ല കേട്ടോ. അങ്ങനെയാണ് കിഴക്ക് ഭാഗത്തുള്ള മണിക്കിണറിന്റെ അവിടെയുള്ള ആ ഒരു ചെറുദ്വാരത്തിലൂടെ അങ്ങനെ അകത്ത് കിടക്കാണ്. അങ്ങനെ വിഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ താമരക്കണ്ണനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അല്ലെ. എവിടെയാണ് ആദ്യം താമരക്കണ്ണൻ ഉണ്ടായിരുന്നത്? മണിക്കിണറിന്റെ കുറച്ച് മാറി മുകളിലായിട്ട് കിഴക്കോട്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന താമരക്കണ്ണനെ ദർശിക്കാതെ നമുക്ക് ഗുരുവായൂർ പോയിട്ട് വരുമ്പോ നമ്മൾ കാണേണ്ടതാണ് അല്ലെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇപ്പോഴെവിടെയാ സ്ഥാനം? ഇപ്പോഴുള്ളത് വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ഒരു ഏകദേശം ഒരു
മിഡിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തായിട്ട് താമരക്കണ്ണനെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെയാണ്, അവിടെയാണ് ഇപ്പോൾ ഭഗവാന്റെ സ്ഥാനം. പൊന്നുണ്ണി കണ്ണന്റെ സ്ഥാനം ഇപ്പോഴും അവിടെയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണി കണ്ണനെ, കളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുണ്ണി കണ്ണനെ പുഞ്ചിരിച്ചോണ്ട് നമ്മളെ മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് ഇങ്ങനെ മയിൽപ്പീലിയൊക്കെ വെച്ച് ആ കുഞ്ഞു ചുരുണ്ട മുടിയൊക്കെ ഇങ്ങനെ നെറ്റിയിലേക്കൊക്കെ ഇങ്ങനെ വാർന്നിട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന പൊന്നുണ്ണി കണ്ണൻ ഉണ്ടമാലയും ഒക്കെ ഇട്ട് എല്ലാ അരമണിക്ക് ഇങ്ങനെ കാൽത്തളകള് കട്ടുകോണമൊക്കെ കൊടുത്ത് 2-3 മാലകളൊക്കെ ഇട്ട് നല്ല ഭംഗിയില് കൈവളകളും തോൾവളകളും റുബി ചന്ദനക്കുറിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന ആ ശ്രീലകത്ത് ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരി നമുക്കൊക്കെ അനുഗ്രഹം തരാനായിട്ട് അല്ലേ. എത്ര സന്തോഷമാണെന്നറിയോ ഇങ്ങനെയുള്ള ഈ ഒരു ഭാവത്തെ മനസ്സിലെപ്പോഴും കണ്ടുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും ഈ ഒരു താമരക്കണ്ണനായിട്ടിരിക്കുന്ന പൊന്നുണ്ണി കണ്ണനെ കാണാൻ മനസ്സിലെപ്പോഴും വിചാരിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ പൊന്നുണ്ണി കണ്ണനെ ഇങ്ങനെ കാണാനാവട്ടെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. താമരക്കണ്ണനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാനും ഉച്ചപൂജ അലങ്കാരത്തിൽ ഇങ്ങനെ കാണാനായിട്ട് എപ്പോഴും കൊതിക്കുന്ന ഒരു ഭാവമാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇരിക്കുന്ന കാണാനായിട്ട്. താമരയിൽ ഇങ്ങനെ സശാൽ മഹാവിഷ്ണു അല്ലേ, സശാൽ നാരായണനല്ലേ പൊന്നുണ്ണിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. വാരിയെടുത്ത് കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നല്ലേ. അത്രയ്ക്ക് സന്തോഷമാണ് നമുക്ക് പൊന്നുണ്ണി കണ്ണനെ ഇങ്ങനെ കാണാനായിട്ട്. ഇങ്ങനെ വർണ്ണിക്കാൻ കിട്ടുന്ന ഭാഗ്യം അതിലേറെ ഭാഗ്യമാണ് കേട്ടോ. ഇങ്ങനെ ഉച്ചപൂജ അലങ്കാരത്തില് പൊന്നുണ്ണി കണ്ണനെ ഇങ്ങനെ താമരക്കണ്ണനായിട്ട് വർണ്ണിക്കാൻ എത്ര പറഞ്ഞാലും മതിയാവാത്ത ഭാഗ്യമാണ് ഭഗവാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയ്ക്ക് സന്തോഷമാണ് അല്ലെ. ഒരു കയ്യില് എന്താ പിടിച്ചിരിക്കുന്നത്? ഒരു പമ്പരം പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നു. ഇടത്തെ കയ്യിൽ എന്താണ്? അവിടെ ഒരു സ്വർണ്ണപ്പൂവോ കയ്യിൽ എന്തോ കിട്ടിയിട്ടുണ്ട് സാധനം കളിക്കാനായിട്ട്. എന്താ രണ്ടും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നമുക്കൊക്കെ ഭക്തർക്ക് എല്ലാവർക്കും അനുഗ്രഹം തരാനായിട്ട് പൊന്നുണ്ണി കണ്ണൻ ഇങ്ങനെ ഒരു നല്ല ഭാവത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. അങ്ങനെ ഭഗവാനെ കണ്ട് പൊന്നുണ്ണി കണ്ണന്റെ പൊന്നു തൃപ്പാദങ്ങളൊക്കെ ഒന്ന് തൊട്ട് തൊഴുതുകൊണ്ട് നമുക്കിങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്വര രാധേശ്വര. അങ്ങനെയുള്ള പൊന്നുണ്ണി കണ്ണനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വാരിയെടുത്ത് നമ്മുടെ കൂടെ പോരുകയാണ് അല്ലേ. കണ്ണൻ ശ്രീലകത്ത് നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണ് ഒരു അനുഭവം. ഓടിങ്ങോട്ട് നമ്മുടെ മേലിങ്ങനെ ചാടി കയറിയൊക്കെ തിരികെയൊക്കെ അങ്ങനെ കയ്യും പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ പൊന്നു കണ്ണനെ എടുത്തുകൊണ്ട് നമുക്ക് ഗണപതിയൊക്കെ ഇങ്ങനെ തൊഴുതുകൊണ്ട് എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ തൊഴുതുകൊണ്ട് ആ ശ്രീലകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ട് അങ്ങനെ പൊന്നു ഭഗവാനെ പൊന്നുണ്ണിക്കണ്ണനെ തൊട്ട് തലോടി പോകുന്ന, അതായത് ശ്രീലകത്തേക്ക് ഇങ്ങനെ ആ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ ഇരിക്കുന്ന പൊന്നു കണ്ണനെ ഇങ്ങനെ തൊട്ട് തഴുകിക്കൊണ്ട് തലോടിയിട്ട് അങ്ങനെ വരുന്ന ആ നല്ല സുഗന്ധമുണ്ടല്ലോ കളഭത്തിന്റെയും ചന്ദ്രത്തിരിയുടെയും സമ്പ്രാണിയുടെ ഒക്കെ. അപ്പൊ ആ ഒരു സുഗന്ധം അത് കാറ്റോടുകൂടി കാറ്റിലിങ്ങനെ അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി എന്തൊരു സന്തോഷല്ലേ. ഒരു കുളിരാണ് അവിടെ നിൽക്കുമ്പോൾ. അത്ര മനോഹരമായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ ഒരു ഗന്ധത്തിലൂടെ ആ കുളിർമയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി കുട്ടിക്കൊള്ളുകയാണ്. ആ താമര ഏതാണ്? ആ സഹസ്ര ദളപത്മം ഏതാണ്? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിലിങ്ങനെ കുടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഭഗവാൻ ഇങ്ങനെ ശ്രീലകത്തിരിക്കുന്ന ഈ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിലേക്ക് എല്ലാവരും കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക. കണ്ണനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സാകുന്ന താമരയിൽ ആ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളിങ്ങനെ പ്രതിഷ്ഠിക്കുക. അങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കിങ്ങനെ കിട്ടട്ടെ. ഓരോരുത്തർക്കും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തതായിട്ട് ഏത് മനുഷ്യരുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലേ. ഒന്നിലധികം സങ്കടം ഒത്തിരി പേർക്ക് പറയാണ്ടല്ലേ. ഈ പറയുന്ന ഞാനും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ ഒരു ഇച്ചിരി ആരോഗ്യം വെച്ച് വരുന്നു, നടക്കാറക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. എവിടെ നമ്മൾ കാണുമ്പോഴും ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെയുണ്ടെന്ന് മനസ്സിലുണ്ടെന്ന് ഒരു സ്കാനിങ് മെഷീൻ ഒന്നിലും ഒരു പേടിയില്ല. എന്താണെന്നറിയില്ല, എന്താ ആ ധൈര്യമാണ് കേട്ടോ.
ആ ധൈര്യമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ മനസ്സിലിങ്ങനെ ആ പൊന്നുണ്ണി ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അമ്മയ്ക്ക് ഒന്നും വരില്ല കേട്ടോ എന്ന് പറയാണ്. ആ ഒരു മനസ്സ് നമ്മുടെ കൂടെ കൂടുകയാണ്. അപ്പം എന്താ, വളരെ ഈസി ആയിട്ട് നമ്മളെല്ലാ സ്കാനിങ് മെഷീനും എന്തിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടാലും എനിക്കൊരു പ്രശ്നമില്ല. കണ്ണൻ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം അത് മാത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എപ്പോഴും അത് തന്നെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ച് വീട്ടിലെത്തുക എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത്രയും ദിവസം